ഒരു കാലത്ത് വലിയ അംഗീകാരമുള്ള തിരക്കേറിയവരായിരുന്നു കയ്യെഴുത്തു കലാകാരന്മാർ. വെള്ളയടിച്ച ചുവരുകളിൽ വടിവൊത്തിയ അക്ഷരത്തിൽ പരസ്യപ്രചാരണം നടത്താൻ ഇവർ തന്നെ വേണമായിരുന്നു. എന്നാൽ അതെല്ലാം പഴയ പ്രതാപകാലത്തിന്റെ കഥകൾ മാത്രമായി എന്നാണ് ഇപ്പോൾ ഇവർക്ക് പറയാനുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളുമെല്ലാം പരസ്യപ്രചാരണം ഏറ്റെടുത്തതോടെ ചുവരെഴുത്തെന്ന പ്രചാരണം വളരെ കുറഞ്ഞു. ഇതോടെ ഇവരിൽ പലരും കയ്യെഴുത്തുകല ഉപേക്ഷിച്ച മറ്റു മേഖലകൾ തേടി. മുമ്പൊക്കെ തിരഞ്ഞെടുപ്പായിരുന്നു തങ്ങളുടെ ദേശീയ ഉത്സവമെന്നാണ് ഇവർ പറയുന്നത്. 1987 ഞങ്ങൾ എഴുതി തുടങ്ങിയതാണ്. അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ കലാകാരന്മാർക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ദേശീയ ഉത്സവമൊക്കെ എന്ന് പറഞ്ഞാൽ ഓണമല്ല ഇലക്ഷനാണെന്നായിരുന്നു ഞങ്ങൾ കരുതുന്നത്. ഒരു പൊതുസമൂഹം ഞങ്ങളെ ആകെ നെഞ്ചേരുന്നൊരു സ്ഥിതി ഉണ്ടായത്. പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിൽ, അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ നിർത്തി തന്ന രാത്രി, ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ അതിരാവിലെ വരെ എഴുതുന്ന ഒരു വലിയൊരു കാലഘട്ടം, നല്ല ഗൃഹാതുര ഓർമ്മകളായിരുന്നു. കാലം മാറിയപ്പോഴത്തേക്കും പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വന്നു. ഒരു 25 വർഷക്കാലം മുമ്പ്, 4 നൂറ്റാണ്ട് മുമ്പ് ഫ്ലെക്സിൻ്റെ ഒരു അതിപ്രസരം, സാങ്കേതികവിദ്യ വളർന്നതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് തൊഴിലില്ലാത്തൊരവസ്ഥയായി. വീണ്ടും പാർലമെൻറ്റ് ഇലക്ഷൻ, അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ, ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുകളിലൊക്കെയാണ് ഞങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. ഞങ്ങളുടെ കൂടെയുള്ള കലാകാരന്മാർ പലരും അവരുടെ ജീവിതമാർഗ്ഗം എല്ലാം അന്യം നിന്ന് പോയി. ഈ കലയും അന്യം നിന്ന് പോവുകയാണ്. ഹോട്ടലിൽ പണിയെടുത്തും സപ്ലൈ ആയിട്ടും അതുപോലെ തന്നെ മീൻ കച്ചവടം നടത്തിയും നാരങ്ങ ഉള്ള കടയൊക്കെ നടത്തിയിട്ട് വലിയ ഒരു അവസ്ഥ, പലരുടെയും അവസ്ഥ വളരെ മോശമാണ്. ഇന്ന് അപൂർവം ചിലർ മാത്രമാണ് ഈ തൊഴിലുമായി മുന്നോട്ട് പോകുന്നത്. അത് വരുമാനത്തിന് വേണ്ടി മാത്രമല്ല, ഈ കലയോടുള്ള ഇഷ്ടം തന്നെ. അതുകൊണ്ടാണ് നല്ല വടിവൊത്ത അക്ഷരത്തിൽ ഒരു വര പോലും ഇടാതെ ഇവർക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുന്നതും. വളരെ അപൂർവ ആളുകളാണ്. അപ്പോൾ ഈ ഇടുക്കി ജില്ലയിൽ തന്നെ ഏറെക്കുറെയൊക്കെ വളരെ കുറച്ച് ആളുകളൊക്കെ തന്നെ ഉള്ളൂ. സംസ്ഥാന തലത്തിൽ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതൊരു ജീവിത മാർഗ്ഗമല്ല. ജീവിത മാർഗ്ഗത്തിന് ഒരു വരുമാനം ഇതിനകത്ത് ലഭിക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ കാലം അന്യം നിന്ന് തന്നെ പോവുകയാണ്. എന്നാൽ പോലും ഫ്ലെക്സ് അടക്കമുള്ള നൂതന സാങ്കേതികവിദ്യകൾ പലതും ഞങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മാനസിക സംതൃപ്തി തരുന്നത് ഈ കല തന്നെയാണ്. നമ്മുടെ സർഗ്ഗവാസനകൾക്ക് ജനങ്ങൾ അറിയുന്നു, അംഗീകരിക്കുന്നു, അല്പം പ്രോത്സാഹനമൊക്കെ തരുന്നു. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഇത്തവണ ഇവർക്ക് പ്രതീക്ഷ പകർന്നു നൽകുന്നത് ഹരിതചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള പ്രകൃതി സൗഹൃദ തിരഞ്ഞെടുപ്പായിരിക്കുമെന്ന പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ മുന്നണികളും കാലേകൂട്ടി മതിലുകളും മറ്റും വെള്ളയടിച്ച് ബുക്കിടെന്ന് എഴുതി കഴിഞ്ഞു. ഇതും വലിയ പ്രതീക്ഷയാണ് കയ്യെഴുത്തു കലാകാരന്മാർക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലം പകർന്നു നൽകുന്നത്. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.